അങ്ങനെ നമ്മൾ ബർഗൻ ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാണ്. അങ്ങനെ ഞാനൊരു പൂപ്രേമിയായ കാരണം എല്ലാ കാണുന്ന ചെടികളും പൂക്കളും എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ടൂളിപ്പ് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഒരു പ്രാവശ്യം എയർപോർട്ടിൽ വെച്ച് കണ്ടിരുന്നു പല കളറിലെ ടൂളിപ്പ്. പിന്നെ ബാക്കിയൊക്കെ വിൻ്റർ കഴിഞ്ഞ് വന്നുള്ള കാരണം എല്ലാം മുളച്ച് വന്നു തുടങ്ങണുള്ളൂ. ചിലതിലൊന്നും പൂവായിട്ടില്ല, കരിഞ്ഞ് തന്നെ നിൽക്കുന്നത്. വിൻ്ററിലെല്ലാം കരിഞ്ഞു പോകുമല്ലോ. അതുപോലെ തന്നെ ചില പക്ഷേ ഉണ്ടായ കാട്ടുചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എല്ലാം. ഈ ടൂളിപ്പിൻ്റെ തന്നെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ താമസിക്കുന്ന വീട്ടിലും മഞ്ഞയും യെല്ലോ മാത്രവും റെഡ് മാത്രമുള്ളതുണ്ട്. പിന്നെ കുറച്ച് പിന്നെ വഴികൾ ഇവിടെ നിറച്ചും ഈ ഫ്ലവർ 2 മാസം കൊണ്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പം നല്ല ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങളും കാണാൻ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അത്രയും വരില്ല. പക്ഷേ പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ തണുപ്പൊക്കെ കാരണം ഒന്ന് പുറത്തിറങ്ങാനൊക്കെ പറ്റിയൊരു സ്ഥലം. പിന്നെ പാർക്കൊന്നും ഇവിടെ അധികം ഇല്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കാം. പാർക്ക് പോലെയാണ് ചെയ്തിട്ടേക്കണത് സമ്മർ ടൈമിൽ. വിൻ്ററിലാകുമ്പോൾ ഫുൾ ഐസായിരിക്കുമല്ലോ ഇവിടെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും കണ്ട് വീഡിയോ ഒക്കെ പിടിച്ച് പോകാട്ടോ. എനിക്കിങ്ങനെ ഒരു പൂവാണെങ്കിലും ഇഷ്ടപ്പെട്ടത് കണ്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ നോക്കി നിന്ന് പിടിച്ചെടുക്കാൻ. അത് വേറെ വെറൈറ്റി ഈ ഫ്ലവറിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇതിങ്ങനെ കുറച്ചുണ്ടാവുന്നുണ്ട്. ഇത് നമ്മൾ താമസിക്കുന്ന വീട്ടിലും വയലിങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേയൊക്കെ നടക്കാൻ പറ്റിയ ഒരു ഗ്രൂപ്പിന് വന്ന് ഗ്യാദർ ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ നടന്ന് സംസാരിച്ചൊക്കെ വർത്തമാനം പറഞ്ഞു പോകാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ ഓടി കളിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ യൂറോപ്യന്മാർ ഇങ്ങനെ ബഡ് ഉണ്ടാക്കി ബഡിലാണ് ഒരു വുഡ് വെച്ചിട്ട് അതിനകത്താണ് ഇതൊക്കെ വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്യുന്നത് കണ്ടോ. അതുപോലത്തെ വെജിറ്റബിൾ ഇത് ക്യാബേജാണ്. പിന്നെ അവിടെ യെല്ലോ വയലറ്റ് ക്യാബേജും കണ്ടിരുന്നു അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ. ഇത് ക്യാബേജ്, വയലറ്റ് ക്യാബേജ്. പിന്നെ ചോളം പോലത്തെയാണ് സൈഡിൽ നിൽക്കണം കേട്ടോ. ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഇവിടെ എഴുതി വെച്ചേക്കണതൊക്കെ നമുക്ക് ക്യാബേജും ഒക്കെ കണ്ടാൽ അറിയാൻ പറ്റും. ചില സാധനങ്ങളൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എഴുതി വെച്ച പേര് നമുക്ക് നോർവീജിയൻ ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, ചിലത് മനസ്സിലാവില്ല. ഇപ്പോൾ നമ്മൾ വയലറ്റ് ക്യാബേജിൻ്റെ ഒരു ചെടി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നട്ടതിൻ്റെ ബാലൻസ് നിൽക്കണമായിരിക്കും. ഇതൊക്കെ റോസ്മേരി ആണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹെർബ്സ് പിന്നെ എന്തായാലും വെജിറ്റേഷൻ നടത്തുന്ന ഒരു ഏരിയയാണിത്. പ്ലാന്റ് പൊന്നപ്പൻ ആ സൈഡിലേക്ക് നടക്കുന്നുണ്ട്. വേറെ ഫാമിലീസൊക്കെ കുറച്ച് അധികം ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, പിന്നെ ബാക്കിലേക്ക് ഒത്തിരി ഇത് കുറച്ച് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴായിരിക്കുകയാണെങ്കിൽ നിറച്ച് ഈ ആപ്പിളൊക്കെ ഉണ്ടാവും. നല്ല ഫ്ലവേഴ്സ് നിറയെ ഫ്രൂട്ട് പ്ലാന്റുകൾ നിറച്ച് ഫ്രൂട്ട്സൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. അതൊക്കെ പറിച്ചൊക്കെ കഴിച്ച് പോകുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പോൾ വേറൊരു ആംബിയൻസ്, ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന ഇവിടെയൊക്കെ പുല്ല് മുളച്ചു തുടങ്ങി. മരങ്ങളുടെ കാണാൻ രസമാണ്. പിന്നെ നടക്കാനുള്ള പാത്തൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഓരോ ചെടികളും പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഈ വെജിറ്റബിളും കൃഷിയും പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം കയറി പിടിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ കുറേ കണ്ടിറങ്ങിയിട്ട് നോക്കിയപ്പോൾ ഉണ്ടടാ വീണ്ടും ടൂളിപ്പ്. ഇവിടെയൊക്കെ നിറച്ചും ടൂളിപ്പാണ് കേട്ടോ. നിറയെ ടൂളിപ്പ് നട്ട് വെച്ചിട്ടുള്ളൂ. ചിലതൊക്കെ വിരിയണു. ചിലതിൻ്റെയൊക്കെ പേര് ചെയ്തിട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടൂളിപ്പിൻ്റെ അങ്ങോട്ട് ഇതൊക്കെ വിരിയണുള്ളൂ, ഉണ്ടായി നോക്കണുള്ളൂ കേട്ടോ. നമ്മുടെ അവിടെ ഉള്ളതാണ് ഈ മഞ്ഞപ്പൂക്കൾ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. അതേ ഈ വീടിൻ്റെ ഫ്രണ്ടിലും കുറേ ടൂളിപ്സ്. അടിപൊളി കേട്ടോ, സൂപ്പർ. അങ്ങനെ ടൂളിപ്പ് കാഴ്ചകളും കണ്ട് നടന്നു പോവാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് പോവാറായി, റോട്ടിലെത്താറായിട്ടോ. കുറച്ചുകൂടെ ഇറങ്ങി. അപ്പോൾ എനിക്ക് ഈ പൂവ് ഭയങ്കര ഇഷ്ടമുള്ള കാരണം പിന്നെയും കാണുന്ന എല്ലാ ടൂളിപ്പിനെയും ഞാൻ പിടിച്ചുകൊണ്ടിരിക്കാം. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്പേസൊക്കെ ഉണ്ട് എന്ന് സംസാരിക്കാനും. അതെ, അവരിറങ്ങി പോണു പൊന്നപ്പനൊക്കെ. ഇവിടെ ഒരു വയലറ്റ് പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അവിടെ പോവാണ് ആൾക്കാർക്ക്. നമ്മളിപ്പോൾ ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇത് നമ്മൾ ആദ്യം കോഫി കുടിച്ച സ്ഥലം, നേരെ പോയ കോഫി കുടിച്ച സ്ഥലം. നേരെ ഇറങ്ങി ഇവിടെ എത്തും. നമുക്ക് ആദ്യം അവിടെ ചെന്നപ്പോൾ ഇങ്ങോട്ട് എളുപ്പത്തിൽ വരാനുള്ള വഴി അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് തിരിച്ചിറങ്ങാൻ പോകണം.
അപ്പം നമ്മൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു കടൽ കാണാം കേട്ടോ. അതിനകത്ത് കുറേ ഫിഷിംഗ് ബോട്ടുകളും എല്ലാം കാണാം. അത് നമുക്ക് ഇറങ്ങാൻ പറ്റും. അധികം ഇറങ്ങണ രീതിയിലാണ് ഇരിക്കണത്. കുറച്ച് ആഴം കുറഞ്ഞ സൈഡിലേക്ക്. ചില സ്ഥലത്ത് നമുക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റില്ലല്ലോ, ഭയങ്കര ആഴത്തിൽ. ഇതിപ്പോൾ ഇവിടെയുള്ള എല്ലാ വണ്ടിയുടെ പുറകിലും കാറിൻ്റെ പുറകിലൊക്കെ ആയാലും ഇങ്ങനെ ബോട്ടും ടയർ വെച്ചിട്ട് കെട്ടി വയ്ക്കും. ഇങ്ങനത്തെ സാധനം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പുറത്ത് വെയിറ്റ് ബോട്ടോ എന്തെങ്കിലും സാധനങ്ങളോ ലഗേജോ അങ്ങനെയൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ കിടക്കുന്നുണ്ട്. പിന്നെ മിക്ക വീടുകളിലും ഇതിൻ്റെ പരിസരത്തുള്ള വീടുകളിലൊക്കെ ഈ പിന്നെ കുഞ്ഞു ബോട്ടുകളൊക്കെ വീട്ടിൽ വെച്ചേക്കണതാണ്. അപ്പോൾ അവർ ഈ കടൽ തീരത്ത് താമസിക്കുന്ന വീടുകളിലൊക്കെ അപ്പോൾ അവർ ഒന്നിൽ ഫിഷ് ഹണ്ടിങ്ങിന് ഇറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ബോട്ടിലൂടെ ഒരു യാത്രയൊക്കെ പോകുമായിരിക്കും. അതിന് വേണ്ടിയായിരിക്കും അതൊക്കെ വെച്ചേക്കുന്നത്. നമ്മൾ ഇറങ്ങി നല്ല തണുപ്പുള്ള വെള്ളം, നല്ല നല്ല തെളിമയാർന്ന നല്ല വൃത്തിയുള്ള നല്ല വെള്ളം കേട്ടോ. നന്നായിട്ട് കൊച്ചിനും ഇറങ്ങാൻ പറ്റും. നല്ല സ്കൈ നല്ല ബ്ലൂ ആണെങ്കിൽ വാട്ടറും ബ്ലൂ ആയിരിക്കും. സ്കൈ ഡാർക്ക് ക്ലൗഡി ആണെങ്കിൽ വെള്ളവും നല്ല കറുപ്പായിരിക്കും. 2 ഡക്ക് പോകണ്ടായിരുന്നു അതിനകത്തേക്കിടെ കേട്ടോ. വെള്ളം കണ്ടോ, നല്ല കണ്ണീര് പോലത്തെ വെള്ളം. നല്ല നമുക്ക് നന്നായിട്ട് കുളിക്കാൻ തോന്നണം. അതേപോലത്തെ നല്ല വാട്ടറാണ്, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. നല്ല രസം. ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ നിന്ന് കൊച്ചവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. സ്ലോ സ്പീഡാക്കും അങ്ങനെ എന്തോ സെറ്റിംഗ്സുകളുണ്ട്. ഇതൊക്കെ അതിന്റെ പോർഷൻ തന്നെ കണ്ടോ. യൂറോപ്യൻ ഗ്രാമക്കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. വീടുകളൊക്കെ ഉണ്ടോ? ആ പട്ടിക കണ്ടു പോണ ആൾക്കാർ അവരല്ല അല്ലേ. വേസ്റ്റ് ഇരിക്കണുണ്ടോ, വേസ്റ്റ് ബോക്സുകളൊക്കെ. അങ്ങനെ വീഡിയോ നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. പഞ്ഞപ്പൻ എൻജോയ് ചെയ്യാണ്, അവിടെ കളിക്കണം. നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഇത് ഞാൻ ലാസ്റ്റ് ക്ലിപ്പിംഗ് ആഡ് ചെയ്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് യാത്ര പോയതൊക്കെ കാണിച്ചത്, കടൽ തീരത്ത് ഇറങ്ങിയതൊക്കെ. ഓക്കെ, ബൈ, താങ്ക്